ഇന്ന് ഞങ്ങൾ ഒരു വളരെ സിമ്പിളായ ഒരു ഗെയിം ഷോ നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ കൂടെ അശ്വര ഡയറീസിൻ്റെ ചാനലുടമയുണ്ട്. മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങളുടെ യാത്ര. മലയാള സിനിമകളുടെ പേര് ഇമോജീസ് വെച്ച് ഗസ് ചെയ്യുന്നതാണ് ഗെയിം. ഒരു ടീമിന് മാക്സിമം 5 ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്യുന്നതിനും 10 റുപ്പീസാണ് സമ്മാനം. ഫസ്റ്റ് അതിന്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. റൺ ബേബി റണ്ണ്. രണ്ടാമത്തെ ചോദ്യം ഇതും റൺവേ കറക്റ്റ് ആണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ആയിവ. ഇതിന്റെ വേഗാണല്ലോ. ഇവര് വളരെ ഫസ്റ്റ്. ഇത് കുറച്ച് കപ്പാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഡയറക്ഷൻ വെച്ച് ചിന്തിച്ചു നോക്ക്. റൈറ്റ് ഫോർ മലയാളത്തിൽ, കംപ്ലീറ്റ് മലയാളത്തില് ഈ ഫസ്റ്റ് ഇമോജി എന്താ? റൈറ്റ് റൈറ്റ്. പഴയ മൂവിയാണ്, കുറച്ച് ഓൾഡ് മൂവിയാണ്. വീട് വലത് വീട്. വലത്തോട്ട് 4 വീട്. അറിയില്ല. ഓക്കെ, എന്നാ ഞാൻ വേറെ തരാം. സിമ്പിൾ ആണ്. മഗീപ്പൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ 50 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ഗൂഗിൾ പേ അല്ലേ? ഇതെന്താ ലേറെ ചിട്ടാ തോന്നുന്നുണ്ട്. ഇവരുടെ അടുത്ത് പെട്ടെന്ന് കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ആൾക്കാരെ തപ്പി നടന്നു. എന്താണ് പേരെന്താണ്? എമി. അനിറ്റ. എന്താ ചെയ്യുന്നത്? പഠിക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയി. മലയാളം മൂവിയുടെ പേരാണ് ഹൃദയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ? മങ്കിപ്പൻ. ഹണിബി. എങ്ങനെ ഓടിച്ചിട്ട്? ഇത് ഫിഫ്ത് ആണ്. മലയാളത്തിൽ ആലോചിച്ചാൽ മതി. ഹണി ഓൾഡ് മൂവിയാണ്, കുറച്ച് ഓൾഡ് മൂവിയാണ്. സൂപ്പർ. അനഘ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കുറച്ച് ഓൾഡ് മൂവിയാണ്. മലയാളത്തിൽ ചിന്തിക്കാം. 5 മതില്. പഴയ മൂവിയാണ്, മമ്മൂട്ടിയുടെ മൂവിയാണ്. 5 മതിലല്ല, അത് പ്ലൂറൽ ആയിട്ട് ചിന്തിക്കും. മതിലുകൾ. അതെ. മതിലുകളോ? ഇതും പഴയ മൂവി തന്നെയാണ്. രാജാവ്. കിരീടം. കിരീടം. ഇത് ഒന്നാലോചിച്ച മതി, പക്ഷെ കിട്ടും. കല്യാണ രഹസ്യം. കല്യാണ മന്ത്രം. കറക്റ്റ്. എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഏതെങ്കിലും അവക്കുള്ള ഗൂഗിൾ പേ. ഇത് നേഹ റോസ് മോഡലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഞങ്ങൾ കോയിൻസിഡൻ്റലി കണ്ടതാണ് കേട്ടോ. ക്യാഷ് ഒന്നും വേണ്ട, പക്ഷേ ഗെയിമിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു നല്ല ഇൻട്രസ്റ്റോട് കൂട്ടിയിട്ട് സംസാരിച്ചൊക്കെ വന്നതായിരുന്നു. പക്ഷേ എൻ്റെ മൈക്കിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, സാധനം അങ്ങോട്ട് വർക്കാവുന്നില്ല, ഓഡിയോ ഒന്നും റെക്കോർഡായില്ല. അതുപോലെ തന്നെയാണ് ഈ ടീമിനെ മീറ്റ് ചെയ്തപ്പോഴും സംഭവിച്ചത്. ഇവർ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഇവരെ മീറ്റ് ചെയ്തപ്പോഴും നമ്മുടെ മൈക്കിന് എന്തോ പറ്റിപ്പോയി. എല്ലാ ചോദ്യത്തിനും കറക്റ്റായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേഹ റോസും, അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന കുട്ടികളും. പിന്നെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ എൻ്റെ അവസ്ഥ. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഈ ഫോട്ടോഗ്രാഫി പിള്ളേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് റീഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ നേഹ റോസ് മാം പോയിരുന്നു അവിടുന്ന്. മൈക്കിൽ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോൾട്ട് ആൻഡ് പെപ്പർ. ഇത് നേരത്തെ വന്നിട്ടില്ല. ഇത് മജീഷ്യൻ ആണ്. മജീഷ്യന് എന്താ ചെയ്യാ? ഓക്കെ, അതിന്റെ അപ്പുറത്തുള്ള എന്താണ്? സ്റ്റിക്ക്. അതൊന്നിച്ചാണോ? ഇതൊന്നിച്ച് ഇപ്പുറത്തുള്ളത്
പുഴയ്ക്ക് എന്താ വേറെ ഡയറക്ഷനാണ് ഇംഗ്ലീഷിൽ ഇത് കിട്ടുന്നത് നന്നായിരുന്നു. മലയാളം മൂവി വീടിനൊക്കെ അതിർത്തിയൊക്കെ ആയിട്ട് നമ്മൾ മൂന്ന് ആൻസറുകൾ പറഞ്ഞിരിക്കുന്നത് മേഘമല്ല, കടലാണ്. കടലിൽ ഇങ്ങനെ എന്താ പഴയ മൂവിയാണ്. തലയന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡും ചോക്ലേറ്റ് ഷേക്കും കുടിച്ച് യാത്രയാകുകയാണ് മക്കളെ, യാത്രയാകുകയാണ്. ബൈ ബൈ.